ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വ്ളോഗായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതിന് ചെറിയ സർപ്രൈസും പിന്നെ വടക്കാഞ്ചേരി പോയിട്ടുണ്ടായിരുന്നു ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്ളോഗായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ, ഡയറക്റ്റ് വീഡിയോയിലൊക്കെ പോവാണ്. സാറ്റർഡേ രാവിലെ നമ്മൾ വടക്കാഞ്ചേരി പോവാണ് കേട്ടോ. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നേരത്തെ തന്നെ എഴുന്നേൽക്കൂട്ടോ. അപ്പോൾ കുറച്ച് നേരം കാറിൽ അങ്ങനെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചായയും പിന്നെ കുറച്ച് നട്ട്സൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ എന്നാൽ ലേറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയുടെ അനിയത്തിയും ഹസ്ബൻഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി റെഡി ആയതിനു ശേഷം ഫംഗ്ഷന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കസിൻ സിസ്റ്ററിൻ്റെ മാരേജിന് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായി. അങ്ങനെ ഷൊർണൂരാണ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാരേജിൻ്റെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. ബ്രൈഡിൻ്റെ പേര് ആസിയ എന്നാണ്, ഗ്രൂമിൻ്റെ പേര് അഫ്സൽ എന്നാണ് കേട്ടോ. വാപ്പയുടെ അമ്മാവൻ്റെ മോളുടെയാണ് മാരേജ് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് ബ്രൈഡിൻ്റെ ഉമ്മ, അതായത് വാപ്പയുടെ അമ്മാവൻ്റെ മോള്. പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ചതിന് ശേഷമായിരുന്നു പിന്നെ ഈ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ബ്രൈഡും ഗ്രൂമും ഇറങ്ങുകയാണ്. ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. പിന്നെ കുറച്ചേരം നമ്മളവിടെ എല്ലാവരോടും സംസാരിച്ച് അതിന് ശേഷം നമ്മളിതാ അടുത്തുള്ള ഒരു കടയിൽ സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനും ഉമ്മയ്ക്കും വേണ്ടിയിട്ട് ഉപ്പ് സോഡയാണ് കേട്ടോ. ഞങ്ങളെല്ലാം സർബത്താണ് കുടിച്ചത്. എനിക്കിങ്ങനെ കുറച്ച് മധുരമായിട്ടുള്ള സർബത്താണ് ഇഷ്ടം, സോഡ സർബത്തില്ലേ അത്. അപ്പോൾ ഞങ്ങൾ ആ സർബത്താണ് വാങ്ങിച്ചത്. അങ്ങനെ ആ ചേച്ചി ഇങ്ങനെ സർബത്ത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് സോഡ. ഞങ്ങള് എറണാകുളം, ബാക്കി വടക്കാഞ്ചേരി. വെള്ളം ഉണ്ടോ ഏതിലെങ്കിലും? ഇല്ല. അങ്ങനെ നമ്മൾ സോഡ സർബത്തൊക്കെ കുടിച്ചതിന് ശേഷം സയാന് ടോയ് വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മയും അനിയനും സയാനും കൂടിയിട്ട് ടോയ് കടയിൽ കയറിയതാണ് കേട്ടോ. അങ്ങനെ അവർ ടോയൊക്കെ വാങ്ങിക്കുന്ന ഒരു ടൈമിൽ ഞങ്ങളൊന്നും ഇറങ്ങിയില്ല വണ്ടിയിൽ നിന്ന്. അപ്പോൾ അവർ പോകുമ്പോൾ ഞാൻ കാറിലിരുന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ ടോയ് വാങ്ങിച്ചാണെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പിയാണ് വരുന്നത്. എന്തോ ഇഷ്ടപ്പെട്ട സാധനം എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ സയാന് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ മാൻ, സ്പൈഡർമാൻ, ഹൾക്ക് അങ്ങനത്തെ ഐറ്റംസിനുള്ള കൂടുതൽ താല്പര്യം. പിന്നെ ഈ ഒരു വാട്ടർ ഗെയിം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചത് അയൺ മാൻ ആണ് കേട്ടോ.
അപ്പോൾ സയൻ്റെ കയ്യിലുള്ളത് റെഡ് കളറിലുള്ള അയൺമാനാണ്, ഇത് ബ്ലാക്ക് കളറിലുള്ള അയൺമാനാണ് വാങ്ങിച്ചത് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഒരു ക്രേസാണ്. ക്രേസൊക്കെ അല്ലെങ്കിൽ സർവീസാണേ. സയാന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. दिखा कैमरा में दिखा दिखा വൈകുന്നേരം ഉമ്മയും വാപ്പയും കൂടി സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ക്രിസ്മസിൻ്റെ അന്നായിരുന്നു. അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിയിൽ ആ ഒരു സമയത്ത് അവിടെ പോയതുകൊണ്ട് നേരത്തെ കേക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വാപ്പ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സയാൻ കട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക, സർപ്രൈസ് ആയിപ്പോയി. പറയാതെ ഇങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ. താങ്ക് യു സോ മച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ വെഡിങ് ആനിവേഴ്സറി കേക്ക് നേരത്തെ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്താ പറയുക, ചെറിയൊരു ഗിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ സർപ്രൈസായിട്ട് നമുക്കത് കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താ പറയുക, രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് കേട്ടോ. ഭയങ്കരമായിട്ട് സർപ്രൈസായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഉമ്മയും വാപ്പയും കൂടി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗിഫ്റ്റ് മേടിക്കുമ്പോൾ ഉമ്മയും വാപ്പയും സയാനും മേടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സയാനും ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതാ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാ എനിക്ക് വാങ്ങിച്ചത് ടോപ്പാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു ബ്ലൂ കളറിലുള്ള ടോപ്പ്. ഹസ്ബൻഡിന് ഗ്രീൻ കളറിലുള്ള ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഉമ്മ വാങ്ങിച്ചെന്ന ഗിഫ്റ്റ് കേട്ടോ. ഇനി സയാൻ്റെ ഗിഫ്റ്റ് സയാൻ തന്നെ അൺബോക്സ് ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയാനിതാ 2 ജോഡി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് കേട്ടോ, അതായത് സൺഡേ രാവിലെ. അപ്പോൾ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു, പപ്പടവും. പിന്നെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മയും അനിയത്തിയും അനിയനും റിസപ്ഷന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വാപ്പക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ വാപ്പ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചെറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് ഹൈലൈറ്റ് മാളിൽ കയറാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ കയറാൻ പറ്റിയില്ല. പിന്നെ വരുന്ന വഴിക്ക് ആര്യാസിന് മീൽസ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആര്യാസിലെ മീൽസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മീൽസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഈ ഒരു ടീഷർട്ട് ഞാൻ ഹസ്ബൻഡിന് വാങ്ങിച്ചു കൊടുത്തതാണ്. ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചു തന്ന ടോപ്പാണ് കേട്ടോ. പിന്നെ ഇതും ഹസ്ബൻഡ് വെഡിങ് ആനിവേഴ്സറിക്ക് തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക് യു.